മോദി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മോദിയുടെ സവിശേഷ പ്രസംഗം തന്നെ കാണാനില്ല. തീർത്തും അപ്രത്യക്ഷമായിരിക്കുന്നു. മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്ന നുഴഞ്ഞുകയറ്റക്കാരുമായി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ ഈ തരം താഴ്ന്ന സംസാരമുണ്ടായത്. രാജ്യമൊന്നടങ്കം ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിങ്ങൾ എന്നുള്ള പേര് മാറ്റി അടുത്ത പ്രചാരണ സ്ഥലത്ത് അവരുടെ എന്നാക്കി മാറ്റിയിരുന്നു. പക്ഷേ അപ്പോഴും താലിമാലയടക്കം എന്ന പരാമർശമൊന്നും മോദി വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കാത്ത മോദി ഒന്നയഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നിരിക്കെയാണ് രാജ്യം പ്രതിഷേധം പിന്നെയും കനപ്പിച്ചത്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹികെട്ട് മോദിയോട് വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടത്. ആദ്യമൊക്കെ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തെ അത്രമേൽ ചെറുതാക്കി കാണിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങൾ കല്ലെറിയുമെന്ന് മനസ്സിലായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്ലേറ്റ് ഒന്ന് മാറ്റിയത്. എന്നാൽ ഈ വിഷയം ഇങ്ങനെ കത്തിക്കാടുകയറുന്നതിനിടയ്ക്കാണ് നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കിയിരിക്കുന്നത്. ബിജെപിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലെ ആനിമേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നീക്കിയത്. വീഡിയോ ഒഴിവാക്കിയത് ബിജെപി ആണോ ഇൻസ്റ്റഗ്രാം ആണോ എന്ന് വ്യക്തമല്ല. വീഡിയോക്കെതിരെ ഇൻസ്റ്റയ്ക്ക് നിരവധി പരാതികളും ലഭിച്ചിരുന്നു. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ മോദിയുടെ ഒരു വിഭാഗത്തെ അടിച്ചാക്ഷേപിക്കുന്ന പരാമർശം ദോഷം ചെയ്യുമെന്ന് ബിജെപി വൃത്തങ്ങൾക്കകത്തുപോലും ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിന് മോദിക്ക് നൽകിയ മറുപടിയും ഞെട്ടിക്കുന്നതായിരുന്നു. കൂടാതെ ഖാർഗെയും ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പാവപ്പെട്ട എല്ലാവർക്കും തന്നെ കുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. UP അടക്കമുള്ള സംസ്ഥാനത്ത് മുസ്ലിം വോട്ടുകൾ പോലും പെട്ടിയിലാക്കിയിരുന്ന ബിജെപി പിന്നീട് അവരെ വെറും നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിച്ചത് നല്ലതിനല്ല എന്നത് വ്യക്തമാണ്. ഒന്നും രണ്ടും ഘട്ടത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 400 സീറ്റ് എന്ന മുദ്രാവാക്യം പോലും ബിജെപി ഉപേക്ഷിച്ചതിന് പിന്നാലെയാണിപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യം പറഞ്ഞത് മാറ്റിപ്പറയുകയും പിന്നീട് ആ വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും എടുത്തു കളയുകയും ചെയ്തത്. ഇൻസ്റ്റഗ്രാമിന് കിട്ടിയ നിരന്തരമുള്ള പരാതിയെ തുടർന്ന് മെറ്റ തന്നെ റിമൂവ് ചെയ്തതാവാനും വഴിയുണ്ട്. രണ്ടായാലും ശരി, മോദിയുടെ പറച്ചിലുകൾ ഒന്നും തന്നെ കാണാനില്ല. ഇത് തന്നെ തോൽവിക്ക് തുല്യമാണ്.